നമസ്കാരം. 1,00,000-ഓളം പ്രതികൾ, 1286 കേസുകൾ, 3500-ഓളം പേർ അറസ്റ്റിൽ. കേരളത്തിൽ സമീപ ദിവസം നടന്ന സംഘർഷങ്ങളുടെ ഒരു ഏകദേശ പോലീസ് ചിത്രം ഇതാണ്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അത്ര വലിയ കലാപം തന്നെയാണ് പലയിടത്തും അരങ്ങേറിയത്. ഇപ്പോൾ കേരളത്തിൽ എത്ര സ്ഥലത്ത് നിരോധനാജ്ഞ ഉണ്ട് എന്നുപോലും പോലീസിനല്ലാതെ ജനങ്ങൾക്കറിയില്ല. അത്ര ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ അരങ്ങേറുന്നത്. 1,00,000-ഓളം പ്രതികളിൽ 38,000 പേരും ഹർത്താൽ ദിനത്തിലെ അക്രമങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതായത് കേരളത്തിലെ BJPയുടെ എല്ലാ പ്രധാന പ്രവർത്തകരും കേസിൽ പ്രതികളാകും. എല്ലാവർക്കും 2 or 3 കേസുകൾ വരും. കേസുകൾ കൊണ്ട് BJPയെ തകർക്കുക എന്ന വൻ നീക്കമാണ് നടക്കുന്നത്. പ്രധാന പ്രവർത്തകരെല്ലാം കേസിൽപ്പെടുത്തി ജയിലിലും കോടതി വരാന്തയിലും എത്തിച്ചാൽ അടുത്ത ഒരു സംസാരത്തിനോ പ്രതിഷേധത്തിനോ അവർ ഇറങ്ങില്ല എന്നും പോലീസും സർക്കാരും കണക്കുകൂട്ടുന്നു. സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെതിരെ കൃത്യമായ പ്ലാനും പദ്ധതിയും തയ്യാറാക്കിയാണ് പോലീസ് നീക്കങ്ങൾ. അറസ്റ്റിലായവരിൽ 487 പേർ നിലവിൽ റിമാൻഡിലാണ്. 2795 പേർക്ക് ജാമ്യം ലഭിച്ചതായും DGP കൂട്ടിച്ചേർത്തു. കേന്ദ്ര സർക്കാർ കൂടി ഇടപെട്ടതിനാൽ ഇനി ഒരു ആക്രമണം ഉണ്ടാകാതിരിക്കാൻ അതീവ ജാഗ്രതയിലാണ് സർക്കാർ. എന്നാൽ കണ്ണൂരിലും മറ്റും ആക്രമണങ്ങൾക്ക് അറുതിയില്ല. സംസ്ഥാനത്ത് ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ DGP ജില്ലാ പോലീസ് മേധാവികൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്നാൽ പോലീസ് നടപടിക്കെതിരെ പോലീസ് വകുപ്പിൽ നിന്ന് തന്നെ എതിർപ്പുകൾ തലപൊക്കി തുടങ്ങി. 38,000-ഓളം പ്രതികളുണ്ടായിട്ടും അറസ്റ്റ് നടത്താൻ പല ജില്ലകളിലും പോലീസ് മേധാവിമാർ വലിയ ഉത്സാഹം കാണിക്കുന്നില്ല. പലയിടത്തും ഉടൻ അറസ്റ്റ് ചെയ്യാനുള്ള DGPയുടെ കർശന നിർദ്ദേശം ജില്ലാ പോലീസ് മേധാവികൾ നടപ്പാക്കാൻ താമസിക്കുന്നു. പല കേസുകളും ഏകപക്ഷീയമെന്നും അക്രമങ്ങളുടെ മറുവശത്തുള്ള CPM ഏറ്റുമുട്ടലുകൾ കേസുകളിൽ വരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. പലയിടത്തും BJP CPM മുഖാമുഖ യുദ്ധമായിരുന്നു. എന്നാൽ കേസുകൾ വന്നപ്പോഴെല്ലാം BJPക്കാർ മാത്രം. ഇത് പല ഉന്നത ഉദ്യോഗസ്ഥരും ചോദ്യം ചെയ്യുന്നുണ്ട്. എല്ലാ സ്ഥലത്തും CPMക്കാർ പ്രതികളായ കേസിൽ FIR ഇടാൻ പോലും ആരും തയ്യാറാകുന്നില്ല എന്ന ആരോപണവും ഉയരുന്നു. SIമാരെയും CEമാരെയും പാർട്ടി ഓഫീസുകളിൽ നിന്ന് നിയന്ത്രിക്കുന്നതിൽ ചില ജില്ലാ പോലീസ് മേധാവികൾക്ക് എതിർപ്പുകളുണ്ട്. ശബരിമലയിലെ നടപടികളോട് പോലീസിൽ ഒരേ നിലപാടല്ല എല്ലാ ജീവനക്കാർക്കും ഉള്ളത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.